Meet the editors. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് പോലീസ്. ലഹരി ഉപയോഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് നടനെതിരെയുള്ള കുറ്റങ്ങൾ. കേസിലെ ഒന്നാം പ്രതിയാണ് ഷൈൻ. ലഹരി ഇടപാടുകാരുമായുള്ള സാമ്പത്തിക ഇടപാടാണ് ഷൈനെ കുരുക്കിയത്. 10 വർഷം മുൻപ് ഷൈൻ പ്രതിയായ കൊക്കൈൻ കേസിൽ കൈപൊള്ളിയ പോലീസിന്റെ ഇത്തവണത്തെ നീക്കം ജാഗ്രതയോടെയാണ്. ബുധനാഴ്ച രാത്രി ഷൈനെ കൂടി ഉന്നം വെച്ചാണ് പോലീസ് ഹോട്ടലിലെത്തിയത്. അന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും നടനെ കുരുക്കാനുള്ള തെളിവുകൾ ശേഖരിച്ചായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. വസ്തുതകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ലഹരി ഉപയോഗവും ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധവും നടന് തുറന്നു പറയേണ്ടി വന്നു. ഇതിനിടയിൽ നടന്റെ ആന്റി ഡോപ്പിംഗ് പരിശോധന കൂടി നടത്തി പോലീസ്. ഫലം പോസിറ്റീവായാൽ ജാമ്യമില്ലാ കുറ്റമടക്കം ഷൈനെതിരെ ചുമത്തിയേക്കും. ലഹരിയുമായി ബന്ധപ്പെട്ട വിപുലമായ അന്വേഷണത്തിനുള്ള സാധ്യതകൾ കൂടിയാണ് ചോദ്യം ചെയ്യലിൽ ഷൈൻ നടത്തിയ തുറന്നു പറച്ചിലുകൾ. ഇതിൽ പ്രധാനം സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുന്നവരിലേക്കുള്ള അന്വേഷണമാണ്. സിനിമാ മേഖലയിലെ ശുദ്ധീകരണത്തിന് പോലും വഴി തുറന്നേക്കാവുന്ന അന്വേഷണങ്ങൾക്ക് പോലീസ് തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. തുടക്കത്തിലെ ജാഗ്രത പോലീസ് കേസിലുടനീളം പുലർത്തുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. കുരുക്ക് മുറുകുമോ? കുരുക്ക് മുറുകുമോ എന്നതാണ് ചോദ്യം. ആദ്യം ഞാൻ ഡോക്ടർ അരുണിലേക്ക് പോകുന്നു. ഡോക്ടർ അരുൺ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ രാവിലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. അതിനുശേഷം അറസ്റ്റ്. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിൽ പോവുകയും ചെയ്തിരിക്കുന്നു. ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഒന്നാം കേസ് പോലെ തന്നെയാവുമോ രണ്ടാം കേസ് എന്നൊരു സംശയം ഉയരുകയാണ്. എന്താണ് തോന്നുന്നത്? കുരുക്ക് മുറുകുമോ അതോ അയ്യുമോ? ശ്രുതി, കുരുക്കേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 8-9 മണിക്കൂർ നേരം ടെലിവിഷൻ്റെ ലൈവ് ഷോയാണ് യഥാർത്ഥത്തിൽ പോലീസ് സമ്മാനിച്ചത്. പോലീസിനെ ഞാൻ കുറ്റം പറയില്ല. പോലീസിന് ചെയ്യാൻ കഴിയുന്ന സാധ്യമായത് പോലീസ് ചെയ്തു എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള ടെലിവിഷൻ ചാനലുകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ സമ്മാനിച്ചു എന്നതിനും അപ്പുറം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരു കുരുക്കും നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെന്നാൽ ഇപ്പോൾ FIR ഞാൻ പരിശോധിക്കുകയായിരുന്നു. FIR ഇട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട കേസിലാണ്? PGS വേദാന്ത എന്ന ഹോട്ടലിലെ 314 നമ്പർ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ പോയതുമായി ബന്ധപ്പെട്ടാണ് FIR ഇട്ടിരിക്കുന്നത്. സജീറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ FIR വന്നിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം? ഇതിൽ BNS 238 ഇട്ടിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കലാണ് ഇട്ടിരിക്കുന്നത്. കിട്ടാത്ത തെളിവ് എങ്ങനെയാണ് ഇവർ നശിപ്പിക്കുക? ഇല്ലാത്ത തെളിവ് എങ്ങനെയാണ് അവർ നശിപ്പിക്കാൻ പോവുക എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ടല്ലോ. ഇതാണല്ലോ കോടതി ചോദിക്കാൻ പോകുന്നത്. തെളിവിൻ്റെ ഒരു അംശമെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും സൂചന കിട്ടിയോ? ആ സമയത്ത് സെർച്ച് വാറണ്ടുമായിട്ടാണോ ഇവരവിടെ പോയത്? ലീഗൽ സെർച്ച് ആണോ അവിടെ നടന്നത്? അല്ല. കോടതിയിൽ ആദ്യം പൊളിയാൻ പോകുന്ന ഒറ്റ ചോദ്യമാണ്, നിങ്ങൾ നടത്തിയതൊരു ലീഗൽ സെർച്ച് ആണോ? അല്ല. ലീഗൽ സെർച്ച് അല്ല നടത്തിയതെന്ന് മാത്രമല്ല, അവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇല്ലാത്ത തെളിവ് നശിപ്പിക്കാൻ കഴിയില്ല എന്ന വാദം നിലവിൽ ഷൈൻ ടോം ചാക്കോയെ പിന്തുണയ്ക്കും. അപ്പോൾ BNS 238 നിൽക്കില്ല. അടുത്തത് PDNS ആണ്, പബ്ലിക് ഈ പറയുന്ന നർക്കോട്ടിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമുള്ള 2 വകുപ്പുകൾ. അതിലൊന്ന് 27B ആണ്, മറ്റൊന്ന് 29(1) ആണ്. ഇപ്പോൾ 27B എന്ന് പറയുന്നത് ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ളതാണ്. ലഹരി ഉപയോഗം എങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ടോ? ലഹരി ഉപയോഗം ഇപ്പോൾ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് മെത്താഫിറ്റമിനും കഞ്ചാവുമാണ്. കഞ്ചാവൊക്കെ എനിക്ക് തോന്നുന്നത് അടുത്ത 48 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ്. മാത്രമല്ല, ഇതൊന്നും തെളിയിക്കാൻ എത്രയോ സമയങ്ങളെടുത്തേക്കാം. കഞ്ചാവ് തന്നെ ഉപയോഗിച്ചു എന്ന് തെളിയിച്ചാൽ പോലും അതിന് വലിയ ശിക്ഷയില്ലാത്ത സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. കാരണം അത് ക്വാണ്ടിറ്റിയോട് കൂടി പിടിക്കണം. ഇയാൾക്ക് വേണമെങ്കിൽ മറ്റൊരു വാദം വയ്ക്കാം. കഞ്ചാവ് ലീഗലൈസ് ചെയ്തിരിക്കുന്ന നാട്ടിൽ പോയപ്പോൾ ഇയാൾ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വയ്ക്കാം. അപ്പോൾ ഇത് 27 നിൽക്കാൻ സാധ്യതയില്ല. പിന്നുള്ള ഗൂഢാലോചനയാണ് 29. ഇതിൽ ഈ ഗൂഢാലോചന എവിടെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുക? നിലവിൽ ആ മുറിയിൽ ഉണ്ടായിരുന്നയാൾ മറ്റൊരാവശ്യത്തിന് മറ്റൊരു സപ്ലൈയുമായിട്ട് അവിടെ എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിത്തിൻ ഇൻവേർട്ടഡ് കോമ. ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അത് നിലവിൽ അങ്ങനെ ഒരു ചാർജ് പോലീസിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കേസിലും യഥാർത്ഥത്തിൽ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ ഒരു കാരണവശാലും കുരുക്കാൻ നിലവിലുള്ള സംവിധാനത്തിന് കഴിയില്ല. ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് സജീറുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടിലാണ്.
എന്നാൽ ആ പണമിടപാട് 20,000 രൂപ സജീറിന് അയച്ചു കൊടുത്തു, ഗൂഗിൾ പേ വഴി കൊടുത്തു. അയാളൊരു ഡ്രഗ് ഡീലറാണ് എന്നുള്ളത് സ്ഥാപിക്കുകയും ഇനി സജീറിന്റെ മൊഴി കൂടി ഇത് കൊറാബറേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും സജീറിന്റെ വിശ്വസ്തനായിട്ടുള്ള കൺസ്യൂമറാണ് ഷൈൻ ടോം ചാക്കോ എങ്കിൽ സജീർ മൊഴി കൊടുക്കാനുള്ള സാധ്യതയില്ല. ആ സാഹചര്യത്തിലും നിലവിൽ കൊറാബറേറ്റ് ചെയ്ത മൊഴിയുടെ അഭാവത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് അവിടെ ഊരിപ്പോരാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ കേസിനെ പറ്റി പറയാനുള്ളത്. എനിക്കിനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, വളരെ ലളിതമായി പറഞ്ഞു നിർത്താം. യഥാർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോയെ ഒരു കുറ്റവാളി എന്ന നിലയിൽ കാണുന്നതിനേക്കാൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം രോഗാതുരമായി ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണോ എന്ന് പോലും സംശയം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് അയാളുടെ മാത്രമല്ല അയാളുടെ സഹോദരൻ്റെയും പ്രതികരണം എന്ന് വന്നിരിക്കുന്നത്. സഹോദരൻ പറഞ്ഞത് ഇയാളെ നേരത്തെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടുള്ള എന്നാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹം ഇടപെട്ട്, കുടുംബം ഇടപെട്ട്, ഈ സിനിമയിൽ ഇയാളെ സ്നേഹിക്കുന്ന ആളുകൾ ഇടപെട്ട് ഇങ്ങനൊരു സ്വഭാവം ഇയാൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അയാളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുകയുമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയാണ് ആവശ്യം എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്തയാണ് എന്നത് മാത്രം. അതിനും അപ്പുറത്തേക്കൊന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. പോലീസിന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ തസ്ലീമ സുൽത്താന ഇയാളുടെ ഒരു ഡ്രഗ് ഡീലർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിരുന്നുവെങ്കിൽ ആ എഫ്ഐആർ എക്സൈസ് ഇട്ട എഫ്ഐആർ ആണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ പരിശോധന പോലീസ് കൂടി ഇന്ന് നടത്താൻ ആദ്യമേ തന്നെ തുനിഞ്ഞിരുന്നെങ്കിലൊക്കെ കുറച്ചുകൂടി ഒരുപക്ഷെ തെളിവുകൾ കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 32 ചോദ്യങ്ങൾ കൊണ്ട് കുരുക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. അത് കുടുംബമാണ് പ്രധാനമായിട്ടും, സുഹൃത്തുക്കളാണ് പ്രധാനമായിട്ടും ആലോചിക്കേണ്ടതെന്നാണ് എൻ്റെ ടേക്ക്. ഇത് ഒരു സംഭവമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. സിനിമയിലെ പാക്കപ്പ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, കാരവൻ പാർട്ടി എന്ന് പറയുന്ന കാരവൻ പാർട്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് പാർട്ടികളിൽ ലഹരിയില്ലാതെ പറ്റാത്ത വിധം സംവിധായകരിൽ ചിലർ മാറിയിട്ടുണ്ട്, ചില യൂത്ത് നടന്മാർ മാറിയിട്ടുണ്ട്, ചില യൂത്ത് നടിമാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സിനിമയെ ലീഗലൈസ് ചെയ്യുന്ന തരത്തിൽ ചില ബന്ധങ്ങൾ കൂടി ഉണ്ടാകുന്നു, സമ്മർദ്ദം കൂടി തിരക്കഥാകൃത്തുകൾക്ക് പോലും ഉണ്ടാകുന്നു എന്നതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം പറയട്ടെ. ഇത് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. വലിയ ഇച്ഛാശക്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം, പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തുനിന്ന് വേണം. സിനിമാ പ്രവർത്തകരുടെ ഉള്ളിൽ നിന്നും വലിയ രീതിയിലുള്ള ഇച്ഛാശക്തിയോട് കൂടിയുള്ള ഒരു റിഫോർമേഷൻ ഈ മേഖലയിൽ ആവശ്യമാണ് എന്നാണ് എൻ്റെ ടേക്ക്. കുരുക്കല്ല എന്ന് തന്നെയാണ് എൻ്റെ ഭാഗം. ശരി, ചർച്ച തുടരാണ്. ഉണ്ണിബാലകൃഷ്ണൻ, നമ്മൾ ഇന്നലെയും ഇത് ചർച്ച ചെയ്തിരുന്നതാണ്. ഒരു മോശം പ്രവണത, അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് എന്താണ്? നിശ്ചയമായും നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ ഒരു കുരുക്കും ഈ കേസിൽ ഞാനും കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 10 മണിയോടുകൂടി ഷൈൻ ടോം ചാക്കോ ഹാജരാകുന്നു, അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന എഫ്ഐആറിലെ വിവരമെന്ന് പറയുന്നത് അദ്ദേഹം തെളിവ് നശിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ ചോദ്യം ചെയ്യലിനിടയിൽ അദ്ദേഹം രാസലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്ന് സമ്മതിച്ചതായി കൂടി എഫ്ഐആറിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ രേഖപ്പെടുത്തുന്ന മൊഴികൾക്ക് കോടതിയിലൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. കോടതിയിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എഫ്ഐആർ തയ്യാറാക്കിയാൽ കൂടിയും അതിനൊന്നും വലിയ നിയമസാധുത ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. എങ്കിൽ കൂടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ കേസ് പരമാവധി എളുപ്പത്തിൽ തട്ടിക്കഴിച്ച് പോകാൻ കഴിയുന്ന രീതിയിലാണ് ചാർജ് ഷീറ്റ് ചെയ്യപ്പെടുന്ന എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് നോക്കൂ, ഈ പോലീസ് അവിടെ എത്തുന്നു, എന്നിട്ട് ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലേ. ആ മുറി മുഴുവൻ പരിശോധിക്കുന്നു, അവിടെ നിന്ന് ഷൈൻ ടോം ചാക്കോ ഈ പറയുന്ന രാസലഹരി ഉപയോഗിച്ചു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു തെളിവും കണ്ടെത്തുന്നില്ല. എന്ന് മാത്രവുമല്ല 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം പിടിയിലാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു പോലീസിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അദ്ദേഹം 2 ജില്ലകൾ കടന്നുപോയി, അവസാനം സംസ്ഥാനവും കടന്നുപോയി. എന്നിട്ട് കൂടിയും നമ്മുടെ പോലീസ് നെറ്റ്വർക്കിന് അദ്ദേഹത്തെ അതിനു മുമ്പ് കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വലിയ കഷ്ടമാണ്. ഈ ക്രമസമാധാന ചുമതലയുടെയൊക്കെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തുന്നതാണ്. എന്തായാലും അദ്ദേഹം കടന്നുപോയി, ഇനിയിപ്പോൾ തിരിച്ചു വന്നു, അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ മെഡിക്കൽ പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെങ്കിൽ മാത്രമാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കേസിന് മുന്നോട്ട് പോകാൻ കഴിയുക. അല്ലാത്ത പക്ഷം ഷൈൻ ടോം ചാക്കോയ്ക്ക് വിനയാകുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താനോ എന്തെങ്കിലും ഒന്ന് ചാർജ് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് അങ്ങേയറ്റം ഒരു വലിയ വീഴ്ചയാണ്. ഇതിപ്പോൾ മനഃപൂർവ്വമായിട്ട് ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരാളെ പിടിച്ച് അകത്തിടണം എന്നുള്ള അഭിപ്രായമല്ല നമുക്കുള്ളത്. പക്ഷേ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഈ പറയുന്ന ആൾ സമൂഹത്തിൽ എന്താ പറയുക പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും എന്താ പറയുക അതിൻ്റെ ഒരു മാതൃകയുമുണ്ട്. അത് അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അതിന് കൈയടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരാളൊരു പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇറങ്ങിയിട്ടുള്ള 3 ഭാഷാ ചിത്രങ്ങളിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ട് അല്ലേ. തമിഴിൽ ഒരു സിനിമയിലുണ്ട്, തെലുങ്ക് സിനിമയിലുണ്ട്, അതുപോലെ ഒരു മലയാളം സിനിമയിലുണ്ട്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അയാൾ വളർന്നു വരുന്നൊരു കലാകാരനാണ്. നിശ്ചയമായും അദ്ദേഹത്തിന് ഈ മേഖലയിൽ വലിയ
സാധ്യതകളുള്ള ഒരു നടനുമായിരിക്കാം. പക്ഷേ അയാൾ അത്തരത്തിലുള്ളൊരു തൻ്റെ പ്രശസ്തിയെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളുടെ അംബാസഡറായിട്ടാണ് എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഇത്തരം എലമെൻസിനെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഇവരൊക്കെ ഇപ്പം നിങ്ങൾ പ്രശസ്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ലിമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു പബ്ലിക് സ്പേസിൽ നിങ്ങൾക്കൊരാളോടൊന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയില്ല. കാരണം അത്രയും നിങ്ങൾ ഒബ്ലൈജ്ഡ് ആണ്. ഒരു സൊസൈറ്റി ആണല്ലോ നിങ്ങളെ സെലിബ്രിറ്റി ആക്കുന്നത്, നിങ്ങളെ അംഗീകരിക്കുന്നത്, നിങ്ങളെ ഒരു പദവി തന്ന് ഇരുത്തുന്നതും ആരാധിക്കുന്നതുമൊക്കെ. അപ്പോൾ അവരോട് കൂടുതൽ വിനയമുള്ള ആളുകളായിരിക്കുക, അവരോട് കൂടുതൽ കടപ്പാടുണ്ടായിരിക്കുക. അവരൊന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സെലിബ്രിറ്റി അല്ലാതായി തീരുമെന്നുള്ളതാണല്ലോ വസ്തുത. അപ്പോൾ ആ ബോധ്യമില്ലാതെ ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളത് ആ രീതിയിൽ പെരുമാറുക, അത് എന്താ പറയുക, അതൊരു മാതൃകയായി മാറുക, അത്തരം അപകടകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതിനൊരു പ്രധാനപ്പെട്ട മീഡിയ ആയിട്ട് വരുന്നത് ഈ ഡ്രഗ് ആയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അത് ഒരു സോഷ്യൽ സ്പിയറിൽ ഉണ്ടാക്കുന്ന മോശപ്പെട്ട പ്രവണതകൾ ചെറുതല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യപ്പെടണം. ഇവിടെ ഈ വിഷയത്തിൽ, ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് വിനയാകുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് ഇന്നത്തെ പരിശോധനയിലും FIRൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അതൊരു വലിയ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. പോലീസ് വേണ്ടത്ര മുൻകരുതൽ ഇക്കാര്യത്തിൽ എടുത്തില്ല എന്നുള്ളതാണ്. ഒരു മുൻകരുതലും ഇല്ലാതെയാണ് ഈ പറയുന്ന റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ആ റെയ്ഡിൻ്റെ ഫലമെന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. ഈ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയാൽ ആ കേസ് തള്ളിപ്പോവുകയുള്ളൂ എന്ന് മാത്രമല്ല, ഒരിക്കൽ കൂടി ഷൈൻ ടോം ചാക്കോയാൽ കേരള പോലീസ് അപമാനിക്കപ്പെടാൻ പോവുകയാണ് കേട്ടോ. 2015 കേസിൽ അങ്ങേയറ്റം മോശമായി മുഖത്തടി കിട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു, കോടതിയിൽ നിന്നൊരു മുഖത്തടി കിട്ടിയ അവസ്ഥയിലായിരുന്നു കേരള പോലീസ്. എങ്കിൽ ഈ കേസിലും അത് തന്നെ ആവർത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. കുരുക്കേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഡാൻസ് ഓഫ് അവിടെ ആ ഹോട്ടലിലേക്ക് പോകുമ്പോൾ തന്നെ വാതിൽ മുട്ടി വിളിച്ച് തുറക്കുമ്പോൾ നടത്തുന്ന ഒരു പരിശോധനയാണ് ഡാൻസ് ഓഫിനെ സംബന്ധിച്ച് ആ പരിശോധന എന്നുള്ളത്. അതിലെ ഒരു സംഘത്തിലെ കുറച്ചു പേർക്കെങ്കിലും താഴെ കാത്തു നിൽക്കുക, ഒരാളെ പിടികൂടുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു റെയ്ഡായി അതിനെ കാണാൻ പറ്റില്ല. എന്നിട്ടും വീണ്ടും അത് വളരെ സാങ്കേതികമായിട്ടാണ് അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളും. ആ ഹോട്ടലിൽ നിന്ന് അയാൾ ചാടി ഓടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ പിറ്റേ ദിവസം മുഴുവൻ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോഴും ആ മുറിയിൽ നിന്നൊന്നും കിട്ടിയില്ല, അവിടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിൽ നിന്നും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചു കേട്ടോ ഈ ഷൈൻ ടോം ചാക്കോ. ഇനിയിപ്പോൾ ആൾക്ക് വേണമെങ്കിൽ ജനൽ തുറന്ന് ചാടി ഓടി രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെയും കൂടി ഒരു മാതൃക സൃഷ്ടിക്കുക. അതാണ് ഓരോ കാര്യം നൽകുന്ന സന്ദേശമാണ്. ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് സംഘം ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. എങ്ങനെയൊക്കെ ചെയ്താലും ഇത്രയൊക്കെ വരികയുള്ളൂ, അതാണ് ആ മെസ്സേജ്. അപ്പോൾ പോലീസ് ആകട്ടെ തമിഴ്നാട്ടിലേക്ക് പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ റൂമിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹാജരാകാൻ നോട്ടീസ് നൽകുകയാണ്. എത്ര സാങ്കേതികമായിട്ടാണ് ഇതിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു ഗുരുതരമായ കേസുണ്ടെന്നും ആ കേസിൽ ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയാൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കോടതിയിൽ നിന്നും നല്ല ചീത്ത ഇക്കാര്യത്തിൽ കേട്ടിട്ടുണ്ട്, നല്ല വിമർശനം തങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയല്ല അതിന് പോലീസ് ഇറങ്ങി തിരിച്ചെന്നുള്ളതാണ്. അപ്പോൾ അതിൽ വേറെ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. സിനിമാ മേഖലയിലുള്ളവർക്ക് ഇതിന് ചെയ്യാൻ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെയോ സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കാം. കാരണം 2 സെക്ഷൻ പ്രകാരമാണ് 27 NDPCയുടെ 27 29 ലഹരി ഉപയോഗത്തിന് ലഹരി ഉപയോഗം പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഇനി തെളിയിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ പറയുന്ന ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പരിഹാസം ഇതൊക്കെ പ്രേരിപ്പിക്കുകയാണോ അല്ലേ എന്നുള്ളത് കോടതിയിൽ തർക്കവിതർക്കത്തിന് കാരണമാക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു കൃത്യമായ സോളിഡായ എവിഡൻസ് ഇല്ല. മറ്റേത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസിനോട് സമ്മതിക്കുകയാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, മെത്തഫെറ്റമിനും കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നാളെ കോടതിയിൽ അയാൾക്ക് നിഷേധിക്കാം. കാരണം ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഈ മൊഴികൾ മാത്രമാണ്. ഫോണിൽ ഈ സാമ്പത്തിക ഇടപാടിൻ്റെ GPay ചെയ്തു എന്നതിൻ്റെ തെളിവുകളെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെയും എത്രത്തോളം ബലമുള്ളതാണ് എന്നറിയില്ല. ഇപ്പോൾ കിട്ടിയാൽ തന്നെ ഒരു 6 മാസം, കൂടിപ്പോയാൽ 6 മാസം ശിക്ഷ എന്ന് ലഭിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ഈ സെക്ഷൻ പ്രകാരമുള്ളത്. അപ്പോൾ കണ്ണിൽ പൊടിയിടുകയാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം വിൻസി അലോഷ്യസ് എന്ന നടി ഇതിൽ നൽകിയിരിക്കുന്ന പരാതി, ആ പരാതിയെ ഇല്ല എന്ന രൂപത്തിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുകയാണ്. IC പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ പ്രൊഡ്യൂസറാണല്ലോ IC രൂപീകരിക്കേണ്ടത്. ആ പ്രൊഡ്യൂസർ പറയുകയാണ് ഇങ്ങനെ ഒരു പരാതി ഫിലിം ചേംബറിനോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ICയുടെ കംപ്ലയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വിൻസി ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരാതി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെ ദുർബലമാക്കുക. അതും വിൻസിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. കാരണം നാളെ വിൻസിക്ക് ഇനി സിനിമയുണ്ടാകുമോ എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിക്കുകയാണ്. ഇപ്പോൾ പിന്തുണ പറയുന്ന സംഘടനകളും എത്രത്തോളം അതിനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഒരുപാടൊക്കെ കാര്യങ്ങൾ മാറി എന്ന് നമ്മൾ പ്രതീക്ഷ വെക്കുന്നിടത്താണ് ഒന്നും മാറിയിട്ടില്ല എന്നുള്ള ഏറ്റവും
നിരാശ നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ഇപ്പോൾ മുഖം നോക്കി തന്നെയാണ് നടപടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. കുരുക്ക് മുറുകുമോ എന്നതായിരുന്നു ചോദ്യം. നോ എന്നാണ് 3 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.